സിനിമയിലാണ് എടുക്കാൻ. നിന്നെ സിനിമയിലെടുത്തടാ. ഹലോ, അപ്പൊ കുറെ നാളിന് ശേഷം ഒരു വീഡിയോ ഇടാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഒരു അമ്മയുടെ ഡാൻസ്. ആ വീഡിയോ അത്യാവശ്യം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. നമ്മൾ പേര് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പം എന്തായാലും നമ്മൾ കുറെ നാളുകൊണ്ട് നമ്മളിങ്ങനെ പറയണം ആ അമ്മേനെ ഒന്ന് കാണാൻ പോകണം. എന്താവും ഏതാവും ഒന്നും അറിഞ്ഞൂടാ, അവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അവർ എവിടെയാണോ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾക്ക് ഇങ്ങനെ ചോദിച്ച് പോവാന്നുള്ളൊരു പ്ലാനിൽ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ സംഭവം വേങ്കമല ക്ഷേത്രത്തിനടുത്തായിട്ടാണ്. ഇവർ ആ ലൊക്കേഷനിലുള്ളതാണ്. കാരണം കമന്റുകൾ വന്നിട്ടുണ്ട്, അവരുടെ പേര്, അമ്മയുടെ പേര് മോളി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ ഇരിക്കല്ലോ, ആളുണ്ടല്ലോ, ആളുടെ ഇതുണ്ടല്ലോ. അപ്പം ചോദിച്ചു പോകാന്നുള്ളൊരു പ്ലാനാണ്. ഞാനും ദീപചേട്ടനും മാത്രമല്ല, എന്തായാലും പോകുമ്പോൾ അടി കിട്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അടി ഷെയർ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ലാല്. അപ്പൊ ലാലിനെയും കൂടെ കൂട്ടിയാണ് പോകുന്നത്. നല്ല മഴയാണ്, നല്ല മഴയുള്ള ദിവസമാണ്. കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെ വാങ്ങിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പം ഉപയോഗമുള്ള സാധനമല്ലേ. അപ്പൊ നമ്മള് അമ്മേനെ കാണാൻ പോവാണ്. കാണാൻ പറ്റോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നാലും നമുക്ക് നോക്കാം. ചേട്ടാ, വേങ്കമല ക്ഷേത്രം എങ്ങോട്ടാണ്? വേങ്കമല ക്ഷേത്രം എങ്ങോട്ടാണ്? ഓ, നിങ്ങള് കണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് മുന്നിലോട്ടോ വരത്തോട്ട് കയറിയാൽ വരത്തോട്ട്. നിനക്കിത് ഈ അമ്മേനെ അറിയാമോ? അമ്മേനെ ഇവനെ കണ്ടിട്ടുണ്ടോ? ഇവരെ എനിക്ക് അറിയാം. തുള്ളാലേന്ന് എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ ഇവരെ തുള്ളി കഴിഞ്ഞ വർഷം ഇവരെ പേടിച്ച് കാണാതായി. ഇവരവിടെ കിടന്ന് മൊത്തം വീടറിയാമോ? വീടൊന്നും അറിഞ്ഞോണ്ട് ഇവര് വരും, ഉത്സവത്തിന് വരും. അവിടെ പോയി തിരക്കാൻ അറിയാൻ പറ്റും. ഓ, അവിടെ പോയി ഇറക്കാനൊന്നും അറിയാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരു ആവശ്യം ഇവരെ കാണണം, അതിന് വേണ്ടി സിനിമയിലാണ് എടുക്കാൻ. നിന്നെ സിനിമയിലെടുത്തടാ. ശരിയാടാ, ടാറ്റ. ഓ, ശരി. സിനിമയിലെടുക്കാനാണ്. സംഭവം വേങ്കമല ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡിൽ നമ്മൾ പോയി. പക്ഷേ അവിടെ അല്ല. ഇവിടുത്തെ കുറച്ച് യൂണിയൻ ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരിനെ അറിയാം. അവിടെ അല്ല അവരുടെ വീട്. വെള്ളാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വെള്ളാഞ്ചിറയും ഇവിടെ ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ചോദിക്കാനാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പുറത്ത് കൂടുതലും കാണാൻ സാധ്യത അവിടുന്ന് ജംഗ്ഷനിൽ കരീമെന്ന് പറയുന്നത് പാമ്പാടിക്കരി പുള്ളിയുടെ അവരുടെ വീട്ടിലാക്കാണ്ട് അവരുടെ ഈ ഹൈസ്കൂളിലാണ്. ഒന്ന് നോക്കാം. എവിടെയുണ്ട് ആളെവിടെ? മോനാ? എവിടെ വീട്? എവിടെ വീട്? ഇവിടെ അടുത്ത് വെള്ളാഞ്ചിറ. വെള്ളാഞ്ചിറ. എവിടെ പോയിട്ട് വന്നു?
കാപ്പി കുടിക്കാൻ നമ്മളിപ്പോൾ കണ്ടത് അമ്മയുടെ മോനെയാണ് കേട്ടോ. മോളി എന്നാണ് അമ്മയുടെ പേര്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും, അമ്മനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, ഭയങ്കര മഴ. മാറ്റണ്ട മാറ്റണ്ട. നമുക്ക് ഇറങ്ങാം, വാ. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അപ്പൊ ആഹാരമൊക്കെ പുറത്തുനിന്ന് കഴിക്കണം അല്ലേ? ഉമ്മ ചോറാണല്ലേ വീടൊക്കെ? വീടാണോ ഫുള്ള് മൊത്തം പൊട്ട് ചെയ്യും. അല്ലാത്ത എന്തോ ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളുടെ നമ്പർ നമ്പർ തരാം. വേണോണ്ടോ? നമ്മള് തിരക്കി വന്ന ആളെ കിട്ടിയാട്ടാ. വിളിക്കുന്നത് എനിക്ക് അടിയല്ല. എവിടെ പോയിരുന്നത്? കഴിച്ചാ? കഴിക്കാൻ പോണോ? കഴിക്കാം കഴിക്കാം. നിങ്ങൾ ഭയങ്കര വൈറലായി, നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. എന്താ എല്ലാരും പറയണതാ നിങ്ങളാണ് ഭയങ്കര ഡാൻസ്, ഇവർ കൊള്ളൂലോ. നമ്മൾ കഴിക്കാൻ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം. നിങ്ങൾ ഡാൻസിനെ പറ്റി എല്ലാരും പെട്ടത് ഞങ്ങൾ നമ്മൾ തിരക്കി പിടിച്ചു വന്നത്. മോനൊക്കെ കണ്ടു സംസാരിക്കും. അങ്ങനെ നമ്മളെല്ലാം വീട് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് ലാസ്റ്റ് റോഡ് നാളെ പിടിച്ച് അതെ ഇല്ല വാ കാര്യമുണ്ട് വാ അതുകൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഹോട്ടൽ ഇതാണോ അതാണ്?
അതല്ലേ ഹോട്ടൽ? എടാ നമ്പർ ഉണ്ടല്ലോ, നമ്പർ വെച്ചോ. നിങ്ങളുടെ നമ്പർ ഞാൻ വിളിക്കാം കേട്ടോ? എന്താവശ്യം ഞാൻ വിളിക്കാം. ഓ ഞങ്ങൾ വരാമേ. നമ്മൾ വേറെ സംഭവത്തിൽ വന്ന സമയത്താണ് നമ്പർ കൊടുത്തിട്ടോട്ടെ, വിളിച്ചായി കേട്ടോ? അവരുടെ മാവേലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോളിയമ്മയടുത്ത് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. കൊണ്ടുവന്ന സാധനമൊന്നും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം അവരുടെ സിറ്റുവേഷൻ കണ്ടല്ലേ, വീട്ടിലൊന്നും താമസമില്ല, ആഹാരമൊന്നും ഉണ്ടാക്കാറില്ല. അമ്മേനെ കാണുമ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു 10-16 ദിവസമൊക്കെ ആയിട്ടുള്ളൂ.